കണ്ണൂർ പേരാവൂരിൽ കെ ശൈലജ തന്നെ CPIM സ്ഥാനാർത്ഥി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും കോഴിക്കോട് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കും. ആറന്മുളയിൽ വീണ ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും. മത്സരിപ്പിക്കരുതെന്ന വീണ ജോർജിന്റെ ഭർത്താവിന്റെ ആവശ്യം നേതൃത്വം തള്ളി. അതേസമയം ഉടുമ്പൻചോലയിൽ MM മണിക്ക് സീറ്റില്ല. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ തീരുമാനങ്ങൾ പുറത്തുവരികയാണ്, അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. അതിലേറ്റവും പ്രധാനം കെ ശൈലജ പേരാവൂരിൽ തന്നെ മത്സരിക്കാൻ പോകുന്നു എന്നതാണ്. മറ്റൊന്ന്, ശ്യാമളയ്ക്കെതിരെ എതിർപ്പൊക്കെ ഉണ്ട് എന്ന വിമർശനമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ശ്യാമള തന്നെ മത്സരിക്കാൻ പോകുന്നു തളിപ്പറമ്പിൽ എന്നുള്ളത്. പേരാമ്പ്ര വിട്ടുകൊടുക്കുന്നില്ല. CPIM തന്നെ ആ സീറ്റ് കൈവശം വയ്ക്കാൻ പോകുന്നു. ഒപ്പം വീണ ജോർജ് വീണ്ടും മത്സരിക്കുന്നു. MM മണിയുടെ കാര്യത്തിലും ഒരു വിചിന്തനത്തിലേക്ക് പാർട്ടി കടക്കുന്നില്ല. അനുജ, ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനാണ്. നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പട്ടികയായിരിക്കും അവതരിപ്പിക്കുക. സംസ്ഥാന കമ്മിറ്റിയാണ് CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സെക്രട്ടേറിയറ്റ് എപ്പോഴും ഒരു ധാരണയും നിർദ്ദേശവുമാണ് ഉണ്ടാകാറുള്ളത്. അതനുസരിച്ച് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം, പേരാവൂരിൽ ജനകീയ നേതാവും ജനപ്രിയ നേതാവും മുൻ മന്ത്രിയുമായ KK ശൈലജ മത്സരിപ്പിക്കും. മട്ടന്നൂരിലായിരുന്നു ശൈലജയുടെ സിറ്റിംഗ് സീറ്റ്. അവിടെ DYFIയുടെ VK സനോജാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ശൈലജയ്ക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയിരിക്കുന്നത് പേരാവൂരിലാണ്. അവിടെ KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ആയിരിക്കും ശൈലജയ്ക്ക് എതിരിടേണ്ടി വരിക. തളിപ്പറമ്പിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവുമായ PK ശ്യാമളയായിരിക്കും മത്സരിക്കുക. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ധാരാളം വിമർശനങ്ങളുണ്ട്. എന്നാൽ പ്രാദേശിക തലത്തിൽ ഉയരുന്ന ഇത്തരം വിമർശനങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അങ്ങനെയാണ് ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീർ സീറ്റില്ല എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാരായി രാജനായിരിക്കും മത്സരിക്കുക. ഫൈസൽ വധക്കേസിലെ പ്രതിയായിരുന്നു കാരായി രാജൻ. എന്നാൽ അദ്ദേഹത്തിന് തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായി CPIM മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അവിടെ TP രാമകൃഷ്ണനെ മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം ആവർത്തിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ചെയ്തിരിക്കുന്നത്. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി. വീണ ജോർജിനെ മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബം മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അത് CPIM കണക്കിലെടുക്കുന്നില്ല. ആ ആവശ്യം തള്ളിക്കൊണ്ട് വീണ ജോർജിനെ ആറന്മുളയിൽ മൂന്നാം തവണയും മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായാണ് CPIM മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന വിവരമാണ് നൽകുന്നത്. എങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ് അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വൈപ്പിൻ്റെ കാര്യത്തിലും ചെറിയ ആശയക്കുഴപ്പമുണ്ട്. വൈപ്പിൽ KN ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം രൂപം നൽകിയ പട്ടിക ഏതാണ്ട് അതേപടി അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.